അപ്പം രാവിലെ നമ്മുടെ തൊഴുത്തെല്ലാം കഴുകി വൃത്തി നീറ്റാക്കി ഇട്ടേക്കുവാണ്. അപ്പം കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാ പശുവിനും നമ്മൾ പൊട്ടിട്ട് കൊടുക്കും. പോറ്റൂർ അമ്പലത്തിലെ പ്രസാദമാണ് എല്ലാവർക്കും. നമ്മൾ ദാണ്ട് പൊട്ടൊക്കെ ഇട്ട് നോക്ക്. അത് കഴിഞ്ഞ് ദാണ്ട് നമ്മുടെ കൊച്ച് അയാളും രാവിലെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി പശു നിൽക്കുന്നിടത്തെല്ലാം എപ്പോഴും നല്ല വൃത്തി നീറ്റായിരിക്കണം. അല്ലെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും. പിന്നെ അതിൻ്റെ നമ്മുടെ ഹായ് പറഞ്ഞ മോനെ. പിന്നെ അതുവഴി നമ്മുടെ സുന്ദരിക്ക് പൊട്ടൊക്കെ ഇട്ട് അതുകൊണ്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് കണ്ട മഞ്ഞ പൊട്ടായതുകൊണ്ട് നല്ലോണം ചേരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം നമ്മളെല്ലാം വൃത്തിയാക്കി മാറ്റൊക്കെ നല്ലോണം കഴുകി നല്ല റെഡിയാക്കിയിട്ടേക്കാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്തൊരു കുഞ്ഞാണ്, മറ്റേ കറമ്പിയുടെ കുഞ്ഞാണ്. മോളെ എങ്ങനെ നോക്കി നീ നോക്കടി. ചെല്ലോ 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 ചെല്ലോ. ആ അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടപ്പൻ ഇത് ഗീറിൻ്റെ കുഞ്ഞാണ്. നാണ്ട നിൽക്കുന്നുണ്ടോ. അയാൾക്ക് ഒരു കൊച്ചു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ അയാൾ കച്ചിയൊക്കെ ചെറുതായിട്ട് എടുത്ത് പറക്കി തിന്നുക. അങ്ങനെ നമ്മൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഓടയെല്ലാം നമ്മൾ നല്ല കൃത്യമായ രീതിയിൽ വൃത്തിയാക്കി തന്നെ വിടണം. അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും കേട്ടോ. നമ്മുടെ സാധാ നാടൻ പശു ആണെങ്കിൽ ശരി തന്നെ, എന്നാലും അസുഖങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം നല്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇട്ടേക്കാം. അപ്പോൾ ഇതുണ്ട് ഈ പൈപ്പിൽ കൂടെ അങ്ങ് വിട്ടോളും. ഇതുണ്ട് അതിലേക്ക് കൂടെ അങ്ങ് തവിടോട് പോയേക്കുക. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ, തൊഴുത്തിൻ്റെ പരിപാടികൾ തീർന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ നല്ല കറമ്പിയെ കാണിച്ചില്ല. അയ്യോ ഇപ്പോഴാണ് അവൾ നല്ല പൊട്ടൊക്കെ ഇട്ട് കണ്ട പൊട്ടൊക്കെ ഇട്ട് എൻ്റെ സുന്ദരി കുട്ടിയായി. അതാണ് എൻ്റെ ശിങ്കാരി. പിന്നെ അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത വയലിലോട്ട് പോവാണ്. വയലിൽ രഘുവണ്ണൻ വളമിടുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു കണ്ടം ചെയ്തുകൊണ്ടിരുന്ന കണ്ടം മരുന്നടിച്ച് പോച്ചയൊക്കെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ വയലിലോട്ട് പോയി തൊഴുത്തിലെ പണി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വയലിലാണ്. അപ്പം പിന്നെ കാണാം. ശരി.